ജിപ്സി അന്വേഷയോ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. പിന്നെ എന്നെ മറന്നിട്ടില്ലല്ലോ അല്ലേ? ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു ന്യൂ സ്റ്റോറി ആയിട്ടാണ്. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, നമ്മുടെ ഫാം 1K പോവാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും വിചാരിക്കും ഇത് കേട്ടിട്ട് എന്തോ നടക്കാൻ പോകുന്ന പോലെ. എന്നാൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ജസ്റ്റ് പ്രഹസനം മാത്രം. പ്രകൃതി രമണീയത കടലുള്ള ആശ്ചര്യം. ഇറ്റ്സ് അറ്റ് ലവ് വിത്ത് നേച്ചർ. എന്താ അല്ലേ? അതവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ സ്റ്റോറിയോട്ട് വരാം. ബട്ട് ഒരു ലവ് സ്റ്റോറിയും അതിന്റെ പുല്ലാപ്പുകൾ പിറകെ ഒരു വലിയ ചെറിയ കഥ. ഇത് ഇവരുടെ കഥയാണ്. വാട്ട് ഈസ് ലവ്? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തായിരിക്കും ഈ വാട്ട് ഈസ് ലവ്? അത് നമുക്ക് വഴി അറിയാം. ആദ്യം നമുക്ക് ഈ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാം. ഈനിക്കൽ തറവാട്, ഇതാണ് നമ്മുടെ ഹീറോയുടെ ഫാമിലി. അപ്പൊ ഇനി ഇവിടെ ആരൊക്കെ ഉള്ളെന്ന് നമുക്ക് അറിഞ്ഞാൽ ആദ്യം നമ്മുടെ ഹീറോയുടെ പപ്പയെ പരിചയപ്പെടാം. ഡോക്ടർ ചന്ദ്രകൃഷ്ണ MBBS മാജിക് സർജൻ ആൻഡ് CEO. പുള്ളിയെ പറ്റി പറയുവാണെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും ഇതുവരെ എത്തിച്ചത് ഇദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടാണ്. ഇന്നിവർക്ക് 6 ബിസിനസ് ആൻഡ് ഹോസ്പിറ്റൽസ് വരെയുള്ള വ്യക്തിയാണ് പുള്ളി. തന്റെ ഭാര്യയുടെ ഭാഗ്യമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മക്കളെ അവരുടെ ഇഷ്ടത്തിന് എഡ്യൂക്കേഷൻ കൊടുക്കാനും സാധിച്ചു. മക്കളെ അധികം സ്നേഹിക്കുന്ന ഒരു അച്ഛനും കൂടിയാണ് നമ്മുടെ സെന്തിൽ. സ്ട്രിക്റ്റ് ആണ്, കൂടെ ഫണ്ടും എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ സെന്തിൽ. ഇനി നമുക്ക് ബിസി സെന്തിൽ ആരാണെന്ന് അറിഞ്ഞാലോ? ആദ്യം നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഒരു അഡ്വക്കേറ്റിന്റെ അഹംഭാവം ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ് പുള്ളിക്കാരി. മകനായാലും 2 മകളായാലും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെട്ടവൾ. താൻ ഭർത്താവിന് ഏറെ പ്രിയപ്പെട്ടവൾ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കില്ലേ ആരായിരിക്കും? അഡ്വക്കേറ്റ് മിസിസ് മയൂരി ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ എന്നുള്ളത് മയൂരിയുടെ അച്ഛന്റെ നെയിമാണ്. ജോബ് ക്ലിയർ ആയി പറഞ്ഞാൽ തന്റെ പിതാവിന്റെ മരണത്തിന് ശേഷം മയൂരി ഏറ്റെടുത്ത് നടത്തി വരുന്നു. അഡ്വക്കേറ്റ് ജോബ് മയൂരി കയറ്റും അധികം ഇഷ്ടപ്പെടുത്തെടുത്ത് പഠിച്ചു. പഠിക്കുന്ന സമയത്താണ് നമ്മുടെ സെന്തിലുമായി മയൂരി സ്നേഹത്തിലാകുന്നത്. പിന്നെ അവരുടെ റിലേഷൻഷിപ്പ് കുറിച്ച് വീട്ടുകാരോട് തുറന്ന് പറഞ്ഞു. വിവാഹം, കുട്ടികൾ ഒക്കെ പെട്ടെന്നായിരുന്നു. ഇനി മക്കളെ മൂവരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് തോന്നുന്നില്ല. 2 ഒന്നിനും മറ്റും സ്വഭാവത്തിലും സംസാരത്തിലും. ഇനി മകനായ നമ്മുടെ ഹീറോ, ഹീസ് എ പെർഫെക്റ്റ്ലി ജെന്റിൽമാൻ എന്നൊക്കെ തോന്നുമെങ്കിലും മിസ്റ്റർ പെർഫെക്റ്റ് ഒരു ഭൂലകൂടായപ്പോ ചെറിയ കോഴിത്തരമുള്ള കൂട്ടത്തിലാണ്. ഫ്ലിർട്ടിങ്, വായ്നോട്ടം എന്നിവയാണ് പുള്ളിക്കാരന്റെ മെയിൻ ഹോബീസ്. ഇവനിപ്പോ ഏതാകും എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നത്? ദിസ് ഈസ് അവർ ഹീറോ സാരൻ കൃഷ്ണ, CEO. ക്യൂട്ട്, ഹോട്ട്, സ്വീറ്റ്, ഫ്ലിർട്ടി, ബട്ട് ഫിയർ സ്വന്തം അച്ഛനും അമ്മയോടും മാത്രം. വേറെ ആരെയും ഇദ്ദേഹത്തിന് പേടിയില്ല. ഇനി ആരെങ്കിലും പേടിയുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വഴിയറിയാം. ഫ്രണ്ട്ഷിപ്പ് മുഖ്യമികിലെ എന്ന ടാഗ് ലൈനോട് പുള്ളിക്ക് കുറച്ച് ആത്മഹത്യ കൂടുതൽ. കാരണം പുള്ളിയെ ചിലർ നൈസായി അങ്ങ് പറ്റിക്കും. ബട്ട് ഇപ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഒരുത്തം മാത്രമേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞ് പരിചയപ്പെടുത്തി തരാം. ഇനി നമുക്ക് ഇവരുടെ പുത്രിമാരെ പരിചയപ്പെടാം. ശ്രീവേദ കൃഷ്ണ, the most popular girl in her college and the beauty pageant of the year in college. കൊച്ചിന് അതിന്റെ അഭാവം ഒന്നുമില്ല. പാവമാണോ എന്ന് ചോദിച്ചാൽ ആണ്. ബട്ട് സഹോദരന് വിപരീതമാണ് നമ്മുടെ ശ്രീവേദ കുട്ടി. വാശിക്കാരിയാണ്. ആഗ്രഹിക്കുന്നതെന്തും അവൾ നേടിയെടുക്കും. പിന്നെ സ്റ്റഡീസിൽ മിടുക്കിയാണ്. കൊച്ചിന് ലവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ സിംഗിൾ ആണ്. പിന്നെ ശ്രീവേദ കുട്ടിയുടെ കേട്ടോമ ഫാനാണ് ആൻഡ് അഡിക്റ്റഡ് ടു K-pop. ഡോക്ടർ സെമിര കൃഷ്ണ MBBS സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഹെഡ് ഓഫ് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ സെമീറ ചേട്ടനെ അനിയത്തി പോലെയല്ല, കുറച്ച് ഡിഫറെന്റ് ക്യാരക്ടറാണ്. സ്വന്തം കാര്യത്തിൽ ഉറച്ച തീരുമാനം എടുക്കാൻ കഴിവുള്ള, എന്നാൽ മാതാപിതാക്കളുടെ തീരുമാനത്തെ വില കൊടുക്കുകയും ചെയ്യും. നന്നായി നൃത്തം ചെയ്യുന്നതിലാണ് പുള്ളിക്കാരുടെ കഴിവ്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്തിൽ സ്റ്റേറ്റ് ലെവലിൽ 1ാം സ്ഥാനം. അവിടെ നിന്നും തുടങ്ങി ഇന്ന് സ്വന്തമായി നൃത്തശാല തുടങ്ങി നൃത്തം പഠിപ്പിച്ചു വരുന്നു. പ്രണയത്തിനോട് താല്പര്യ കക്ഷിയല്ല പുള്ളിക്കാരി. ജീവിതത്തിൽ തനിക്ക് മറ്റുള്ളവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രൊഫഷൻ എടുത്തത്. അത് ചെയ്തു കൊടുക്കാൻ കഴിയുന്നതിൽ സംതൃപ്തിയുണ്ട്. ഇനി നമുക്ക് ഹീറോയിന്റെ ഫാമിലി ഇൻട്രോ നോക്കിയാലോ? ഈ കഥ നടക്കുന്നത് ഇങ്ങ് കേരളത്തിൽ അങ്ങ് ഉഗാണ്ടയിലുമല്ല ഗൂസ്. ദിസ് ഫാമിലി സ്റ്റോറി സ്റ്റാർട്ടിംഗ് ഇൻ ലോസ് ഏഞ്ചലസ്. അതേ ഗൂസ് അങ്ങ് അമേരിക്ക എന്ന മറ്റൊരു കൺട്രിയിലാണ്. ആ മനോഹരമായ സിറ്റിയിലെ ഒരു ഫ്ലാറ്റിലെ ഒരു കുടുംബ താണത്തിലേക്കാണ് നമ്മൾ എത്തി നോക്കാൻ പോകുന്നത്. പിന്നെ നോക്കിയും കണ്ടൊക്കെ പോറിയില്ലെങ്കിൽ പട്ടി അടിച്ചെന്ന് പറഞ്ഞ് വേള ഉണ്ടാക്കരുത്. അല്ല പിന്നെ ദിസ് ഈസ് അവർ ഹീറോ ഫാമിലി ഗൂസ്.
ആദ്യം നമുക്ക് കുടുംബനാഥനെ പരിചയപ്പെടാം. മാധവൻ ഇയർ, എക്സിക്യൂട്ടീവ് MD ഓഫ് നൈറ്റ് ബിസിനസ് ഗ്രൂപ്പ്. ഹീസ് നോ മോർ. അദ്ദേഹത്തിന്റെ ഭാര്യ അഡ്വക്കേറ്റ് ആശ ഇയർ, എക്സിക്യൂട്ടീവ് ലീഗൽ അഡ്വൈസർ ഓഫ് നൈറ്റ് ഗ്രൂപ്പ്സ്. മക്കൾക്ക് 3 വയസ്സ് പ്രായമുള്ള സമയത്താണ് മരണപ്പെടുന്നത്. ഇവരുടെ മൂത്ത മകൻ മിസ്റ്റർ രവീന്ദ്ര ഇയർ, MD ഓഫ് നൈറ്റ് ബിസിനസ് ഗ്രൂപ്പ്സ്. ഇദ്ദേഹത്തെ പറ്റി പറയാൻ പുള്ളിയൊരു ബിസിനസ്മാനാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ബിസിനസ് വേൾഡ് ഭരിക്കുന്നത് മൂത്ത മകനാണ്. ഇദ്ദേഹത്തിന് 3 മക്കളാണ്. അവരൊക്കെ വഴിയെ പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ ഭാര്യ അഡ്വക്കേറ്റ് വൈദേഹി മേനോൻ, ലീഗൽ അഡ്വൈസർ ഓഫ് നൈറ്റ് ബിസിനസ് ഗ്രൂപ്പ്സ് ആൻഡ് ഇന്റർനാഷണൽസ്. വൈദേഹിയെ കുറിച്ച് പറയാതെ പറ്റുമോ? അമ്മ പൊളിയാണ്. മക്കൾ 3 പേരുടെയും കാര്യങ്ങൾ നോക്കുന്നത് പുള്ളിക്കാരിയാണ്. നമ്മുടെ ഈയറച്ചന് പിൽക്കാലത്തെ ബിസിനസിന്റെ തിരക്കും ബഹളായതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം വൈദേഹിയും അമ്മയുമാണ്. വയസ്സായപ്പോൾ അവരും അങ്ങ് പോയി. അഡ്വക്കേറ്റായിട്ട് ഓഫീസിൽ മാത്രം അധികാരം കാണിക്കുക. പുറത്തു വന്നാൽ ഒരു സാധാരണ വീട്ടമ്മയാകും. പുള്ളിക്കാരിയായ തമാശകാരിയുമാണ്. ഇവരുടെ ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. ഫസ്റ്റ് ബോണഡ് സൺ മൃദുൽ ഇയർ, MD ഓഫ് നൈറ്റ് ഇന്റർനാഷണൽ, വൺ ഓഫ് ദ സക്സസ്ഫുൾ ബിസിനസ്മാൻ. പുലിക്ക് ജനിച്ചത് പൂച്ചയാകില്ല എന്നതിന് ഉദാഹരണം. ദ നൈറ്റ് ഇന്റർനാഷണലിലെ എംപ്ലോയീസിന്റെ എല്ലാ റോൾ മോഡൽ. ദ വൺ ആൻഡ് മോസ്റ്റ് സക്സസ്ഫുൾ ബിസിനസ്മാൻ, എന്റർപ്രണർ ഓഫ് ദ ഇയർ അവാർഡ് ജേതാവ്. മൃദുൽ സ്വയം ശാന്തപ്രകൃതനാണ്. സുഹൃത്ത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ തന്നെ. സാരംഗിന്റെ വെളച്ചിലൊന്നും മൃദുലിന്റെ അടുക്കൽ നടക്കുകയില്ല. പിന്നെ പെങ്ങളെന്ന് വെച്ചാൽ ജീവനാണ്. അനിയന് റോൾ മോഡലും, നമ്മുടെ വൈദേഹി അമ്മയുടെ സ്വന്തം കണ്ണൻ മോനും. നെക്സ്റ്റ് അവതാരം സായുജ് ഇയർ, മോസ്റ്റ് ഫേമസ് സിംഗർ, മ്യൂസിക് ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ. സ്റ്റേജനം വിക്കി ആർ ഇയർ. ഈ കുടുംബത്തിലെ 2ാമത്തെ സന്തതി. ക്യൂട്ട്നെസ് ഓവർലോഡഡ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നയാള്. ക്യൂട്ടി, ഹെഡ്രോബ്, ഫ്ലിർട്ടി, നോട്ട് മച്ച്. അമ്മയെ ഏറെ ഇഷ്ടം. ചേട്ടനാണ് റോൾ മോഡൽ എങ്കിലും അച്ഛനാണ് ഫസ്റ്റ് ഹീറോ. പെങ്ങളും നമ്മുടെ വിക്കിയും 4 മിനിറ്റ്സ് ഡിഫറൻസിലാണ് ജനിച്ചത്. എങ്കിലും അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കൾ പോലെയാണ്. തള്ളി എല്ലായിടത്തും ഉള്ളത് കൊണ്ട് അവർ തന്നെ അത് തീർപ്പാക്കും. അവർ ഹീറോയിൻ ശ്രേഷ്ഠ അമൃത ഇയർ, അസിസ്റ്റന്റ് CEO ഓഫ് നൈറ്റ് ഇന്റർനാഷണൽസ്, വെൽ നോൺ ആസ് മോഡേൺ LA ആൻഡ് ഇൻഫ്ലുവൻസർ, ബ്യൂട്ടിഫുൾ, ബോൾഡ്, പ്രെറ്റി, സാവേജ്. ഏതൊരാണിനെ നിലക്ക് നിർത്താൻ അറിയുന്നവൾ. ബുദ്ധിപരമായി നൈറ്റ് ഗ്രൂപ്പ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ബ്യൂട്ടി ബിഹൈൻഡ് ദ സക്സസ്ഫുൾ ബിസിനസ് എന്ന മറ്റൊരു പരിണാമത്തിന് അവകാശി. പ്രിൻസസ് ഓഫ് ഹെർ ഫാമിലി. വീട്ടിൽ എല്ലാവരുടെയും കുഞ്ഞാവയാണ്. ബട്ട് ഫാഷൻ ഇൻഡസ്ട്രിയിൽ ദ മോസ്റ്റ് വാണ്ട് ഓഫ് ബ്യൂട്ടിഫുൾ മോഡൽ ഇൻ ഓഫ് ബാലൻസിയക. ലോകത്തിലെ എല്ലാ കോണിലും ഫാൻസ് നമ്മുടെ വൈദേഹി അമ്മയുടെ തനി പകർപ്പാണ്. മാധുരി ഇയർ, ഷെയർ ഹോൾഡർ ഓഫ് നൈറ്റ് ഇന്റർനാഷണൽസ് ആൻഡ് നൈറ്റ് ബിസിനസ് ഗ്രൂപ്പ്സ്. നമ്മുടെ രവീന്ദ്ര ഇയരുടെ ഒരു പെങ്ങള്. നല്ലൊരു നടിയാണ്. അഭിനയത്തിലേക്ക് വീട്ടുകാരുടെ കൂടെ ചെലവഴിക്കാൻ സമയം കണ്ടെത്തും. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് ഭർത്താവിനും 3 മക്കൾക്കൊപ്പം ലോസ് ഏഞ്ചൽസിലാണ് സെറ്റിൽഡ് ആണ്. ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. നമ്മുടെ മാധുരിയുടെ ഭർത്താവ് ജസ്റ്റിൻ മിക്കാൽ ജോർജ്, MD ഓഫ് MSC ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് പ്ലസ് ആക്ടർ. അഭിനയ ജീവിതം അവസാനിപ്പിച്ച് ഇപ്പോൾ അപ്പന്റെ ബിസിനസ് ഏറ്റെടുത്ത് നടത്തി വരുന്നു. ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു ബിസിനസ്കാരനും കൂടിയാണ്. മക്കളും ഭാര്യയും അടങ്ങിയ ചെറിയ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു. ദയർ ടീൻ കിഡ്സ്, ലെനിൻ മിക്കാൽ ജോർജ്, ലിം മിക്കാൽ ജോർജ്. ഹൈസ്കൂൾ സ്റ്റുഡൻസ്. ജസ്റ്റിന്റെയും മാധുരിയുടെയും ഇരട്ടപുത്രന്മാര്. ഒരാൾ ശാന്ത സ്വഭാവക്കാരനാണ്, മറ്റവൻ വശീകരനും. പക്ഷേ പരസ്പരം തല്ലുകൂടില്ല. ഇവരിൽ ഒരാളെ തൊട്ടാൽ അവർ തല്ലും. ഇവർ അനിയത്തിക്കുട്ടി ജീവനാണ്. ദയർ ഡോട്ടർ ദക്ഷ മരിയ ജോർജ്, pre-KG സ്റ്റുഡന്റ്. 2 ആൺമക്കൾക്ക് ശേഷം ജനിച്ച കാന്താരി. കുറച്ച് വായാടിയാണ്. അതുകൊണ്ട് തന്നെ രവീന്ദ്ര അയ്യർക്കും ഫാമിലിക്കും ഇവളെ വളരെ ഇഷ്ടമാണ്. വെക്കേഷൻ വരുമ്പോ ശ്രേഷ്ഠയുടെ വാള എപ്പോഴും പിന്നാലെ കാണും. വീട്ടിൽ എല്ലാവരും കുഞ്ഞി എന്ന് വിളിക്കും. ദയർ പെറ്റ് ബട്ട് ആൾസോ എ ഫാമിലി മെമ്പർ. ലൂക്ക ദേഷ്യക്കാരനാണ്, പക്ഷെ പാമ്പാണ് കേട്ടോ. അകത്തേറുമ്പോൾ ഇവനെ സൂക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞത് അതാണ്. ഇല്ലേ കക്ഷി കടിച്ചു വരും. അയ്യോ ഓടിക്കോ, ലുക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട്. സോറി ലുക്കാച്ച, ഇന്റർവ്യൂഷായി. സോ ഞാൻ പോണു. ബൈ 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 ബൈ. പിന്നെ ഗൈസ്, എപ്പിസോഡ് 1 ഞാൻ വീണ്ടും വരും. പിന്നെ ലൈക്ക് അടിക്കാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ബൈ.